കല്യാണം കഴിക്കാൻ തീരുമാനിച്ചാലും ആരെ കെട്ടിയാലും ആറാട്ടെണ്ണ നിങ്ങളെ മാത്രം ഞാൻ കല്യാണം കഴിക്കത്തില്ല. നമസ്കാരം. ഇത് നമ്മുടെ വൈറൽ താരം രേണുസുതിയെ വെച്ചിട്ട് ഇപ്പൊ പുതിയ എല്ലാവർക്കും നമസ്കാരം. വീഡിയോ ആദ്യമായി കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാൻ ലൈക്ക് കൊടുക്കാനും മറക്കണ്ട. എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷമുള്ളൊരു നിമിഷമാണ്. കുറെ എണ്ണം അടിച്ചു പിരിഞ്ഞ കണ്ടപ്പോൾ അന്തസ് എന്ന് പറഞ്ഞായിരുന്നു കാണുകയാണ്. വേറൊന്നും കൊണ്ടല്ല, നല്ല സന്തോഷമുണ്ട്. അത് ഈ രേണുവിന്റെ കൂടെ നടന്ന കൂട്ടുകാരികളായാലും ഞാനിത് പണ്ടേ പറഞ്ഞിട്ടുണ്ട്, നീയൊക്കെ എഴുതി വെച്ചോ നിന്റെയൊക്കെ എണ്ണാക്കി തരുമെന്ന് ഒരു ദിവസം. തെറ്റിയ ഇല്ല, അല്ലെങ്കിൽ അതിലേട്ടം പറയുന്നത് തെറ്റാറുണ്ടോ? നിങ്ങൾ പറ, ഞാൻ പറയുന്നത് തെറ്റാറുണ്ടോ? ഉണ്ടോ? ഇല്ലേ? ഇല്ല. പ്രത്യേകിച്ച് ഈ രേണുവിന്റെ കേസിൽ ഞാൻ പറയുന്നത് ഒരു പോയിന്റ് പോലും തെറ്റാറില്ല, വളരെ കറക്റ്റ് ആയിരിക്കും. അത് തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത്. രേണുസുതി എന്ന് പറയുന്ന വ്യക്തിയുടെ കൂടെ അത് വിടിനി രേഷ്മ പി തങ്കച്ചൻ എന്ന് പറയുന്ന വ്യക്തിയുടെ കൂടെ നിന്നിട്ടുള്ള എല്ലാവർക്കും കുതുകാല് വെട്ടി അണ്ണാക്കി കൊടുത്തിട്ടുള്ള ഒരു പാരമ്പര്യമേ അവക്കുള്ളൂ. അത് തന്നെ വീണ്ടും കണ്ടിന്യൂ ചെയ്തു. കൂട്ടുകാരി എന്ന് പറഞ്ഞ് നിന്ന് കൂടെ നിന്നവളെ അവളെ വീഡിയോ ഒന്നും ഞാൻ കണ്ടില്ല, അവളെന്റെ കൂട്ടുകാരിയില്ല, അവൾ ആരി ഈ സെറ്റപ്പിലായിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ വളരെയധികം സന്തോഷമുണ്ട്. നിനക്കൊക്കെ കിട്ടണം. അത് ഈ ചീതുവായാലും മറ്റവളായാലും യാവളായാലും എല്ലാത്തിനും കിട്ടണം. കിട്ടുമ്പോൾ എനിക്ക് കിട്ടുന്നൊരു സുഖമുണ്ട്. ആ സുഖമാണ് ഞാൻ എൻജോയ് ചെയ്യുന്നത്. കാരണം നിനക്കൊക്കെ കിട്ടണം. നീയൊക്കെ എരന്ന് വാങ്ങിച്ചിട്ടുള്ളതാണ്. ഒരു കാലത്തും നിന്നെയൊന്നും ഒരു രീതിയിൽ സപ്പോർട്ട് ചെയ്യാനും പറ്റത്തില്ല, സപ്പോർട്ട് ചെയ്യത്തുമില്ല. നീയൊക്കെ അവിടെ കടന്ന് നെഗറ്റീവായി നാട്ടുകാരുടെ പൂരത്തെറിവിളിയായി. നിനക്കൊക്കെ ഈ ഫാമിലി ഉള്ളതുകൊണ്ടും നാളെ നിന്റെയൊക്കെ മക്കൾ വളർന്നു വരുമ്പോൾ ആ മക്കളടക്കം ഇതെല്ലാം ഫേസ് ചെയ്യേണ്ടി വരുമെന്ന് നീയൊക്കെ നല്ലോണം മനസ്സിലാക്കിയിട്ട് നേരെ ഉൾട്ടയടിച്ച് അതും നോം മനസ്സിലാക്കി. നോമെല്ലാം ഇങ്ങനെ അറിയുന്നവനാണത്. അതാണ് എന്നെ അങ്ങനെ. പിന്നെ ഞാൻ വേറൊരു കാര്യം പറയാം കേട്ടോ. ഒരുത്തി വന്നിട്ട് എനിക്കെതിരെ പോസ്റ്റ് ഇട്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഓഫ്കോഴ്സ് എന്നെ എല്ലാവരും കൂടി തെറി വിളിച്ച് പൊങ്കാലായിട്ട് വലിച്ചേറി ഒട്ടിച്ച് വിടുമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ അല്ല, അവിടെയാണ് എനിക്ക് തെറ്റ്. ഞാൻ നിങ്ങളെ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ എന്നെ സപ്പോർട്ടാണ് ചെയ്തിട്ടുള്ളത്. സത്യം പറഞ്ഞാൽ കണ്ടപ്പോൾ ഞാൻ തന്നെ കണ്ണുകളിൽ പോയി, തള്ള എനിക്ക് ഇത്രയും സപ്പോർട്ടാണ്. കാരണം എന്റെ നെഞ്ചിൽ കുടിയിറക്കും ആ ഒരു സെറ്റപ്പായിരുന്നു. എന്തായാലും കിട്ടേണ്ട എല്ലാ എണ്ണത്തിനും നല്ലോണം അണ്ണാക്കി കിട്ടിയിട്ടുണ്ട്. അത് കിട്ടിയത് കണ്ടപ്പോൾ എനിക്കൊരു പ്രത്യേക സന്തോഷമുണ്ട് കേട്ടോ. ഞാൻ എന്തോ എന്റെ സന്തോഷം കൊണ്ട് പറഞ്ഞു തന്നെ എന്റെ വാക്ക്. എന്തായാലും നിങ്ങൾ എല്ലാവരും കാണുന്നുണ്ടല്ലോ കാര്യങ്ങളൊക്കെ. ഞാൻ പറയുന്നതൊന്നും തെറ്റാറില്ലെന്നും ഇവള് ഈ കൂടെ നിൽക്കുന്നതിന്റെ കുതുകാല് വെട്ടുവെന്നും. അത് എക്സാമ്പിൾ എന്റെ ബിഷപ്പ്, മറുനാടൻ, ഫിറോസ് ഭായ് എല്ലാത്തിനും കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ കൂടെ ഒന്ന് കൂട്ടുകാരിയൊക്കെ കൊടുത്തിട്ടുണ്ട്. അത്രയേ ഉള്ളൂ, അതിൽ മാറ്റമൊന്നുമില്ല. അവളുമാരന്ന് ജയ് വിളിക്കുമായിരുന്നു, ഭയങ്കര കൂക്കി വിളിക്കുമായിരുന്നു, രേണുശിനി. ഞാൻ അപ്പോഴേ പറഞ്ഞു ഇത് അണയാൻ പോണത്, ഈ ആള് കത്തുന്നതിന്. പറഞ്ഞാലും എല്ലാം തെറ്റുണ്ട്. ഇല്ല. ഇനി നമ്മുടെ ആറാട്ടെണ്ണ രംഗത്ത് വന്നിട്ടുണ്ട്. നമ്മൾ ആറാട്ടെണ്ണം പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ രേണുവിന്റെ കല്യാണം കഴിക്കത്തില്ലെന്നാണ്. ഇടി ആറാട്ടെണ്ണന് പോലും വേണ്ട, ഇവള് ആറാട്ടെണ്ണന് പോലും വേണ്ട. ഏറ്റവും കൂടുതൽ തറപ്പറ്റി നെല്ലിത്തറ പോയി കിടക്കുന്നവനാണ് ആറാട്ടെണ്ണൻ. യവന് പോലും രേണുവിനെ വേണ്ടെന്ന്. അപ്പൊ അവസ്ഥ ആലോചിച്ച് നോക്കണം. അത്രയ്ക്ക് ഗതികെട്ട് പോയി രേണുന്ന്. ആറാട്ടെണ്ണന് വേണ്ടെങ്കിൽ പിന്നെ ഇനി എന്ത് പറയാനാ? എന്തായാലും കണ്ടു നോക്കാം. എന്തായാലും ആറാട്ടെണ്ണ, നിങ്ങളൊരു ജീവിതം കൊടുത്തിരുന്നെങ്കിൽ ഈ പറയുന്ന ഒരു സാധനം നിന്ന് കിട്ടിയാണ്. സത്യമുള്ള കാര്യം പറയാമല്ലോ. കഷ്ടം. ഞാൻ ഒരിക്കലും രേണുസുതിയെ കല്യാണം കഴിക്കില്ല. ആറാട്ടെണ്ണൻ പഞ്ച്. ആറാട്ടെണ്ണൻ ഒരിക്കലും രേണുസുതിയെ കല്യാണം കഴിക്കില്ലെന്ന് ആറാട്ടെണ്ണന് പോലും വേണ്ട. സാധാരണ ഏത് പെണ്ണിനെ കണ്ടാൽ പോട്ട് ഒരു കമ്പിൽ സാരി ചുറ്റി വെച്ചിരുന്ന അതിനെ കണ്ട് വരെ പ്രപ്പോസ് ചെയ്യുന്ന ആറാട്ടെണ്ണന് പോലും രേണുസുതിയെ വേണ്ട എന്ന് പറയുമ്പോഴുള്ള ആ ഒരു അവസ്ഥ ആലോചിച്ച് നോക്ക്. ആറാട്ടെണ്ണ, നിങ്ങൾ പറ്റുവാണെങ്കിൽ ഒരു ജീവിതം കൊടുക്ക്. നിങ്ങളെ കൊണ്ട് സാധിക്കും ആറാട്ടെണ്ണ. നിങ്ങൾക്ക് കഴിയത്തുള്ളൂ. നിങ്ങളാണ് ആറാട്ടെണ്ണ. എനിക്ക് താല്പര്യമില്ല. ന്യൂസിലെ കണ്ടവർ കല്യാണം ചെയ്യാൻ പോണവരെയാണ്. ഞാൻ ഒരിക്കലും രേണുസുതി കല്യാണം കഴിക്കില്ല. കാരണം എനിക്ക് അവരെ താല്പര്യമില്ല. ആറാട്ടെണ്ണൻ എന്തു പറയാ, വേണ്ട, എഴുതിത്തള്ളിയിരിക്കുകയാണ് ആറാട്ടെണ്ണൻ. ഇനി ഒരിക്കലും രേണുസുതിയെ കല്യാണം കഴിക്കില്ലെന്ന്. രേണുസുതിയുടെ റിപ്ലൈ നോക്കാം. എല്ലാവർക്കും കോടികളാണ്. എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം ഇവിടെ കൂടെ വന്നില്ല. രണ്ടെണ്ണത്തിന് കിട്ടിയ അണ്ണാക്കില് ഹാപ്പി മതി. അതാണ് എന്റെ വിജയം. അതാണ് എന്റെ ഏറ്റവും വലിയ ഹാപ്പിനെസ്. ഇവിടെ നിന്ന് ഒരിക്കലും സപ്പോർട്ട് ചെയ്യില്ല. ഞാൻ ഇപ്പോഴും റിപ്പീറ്റ്ലി പറയാണ്, വെറും വൃത്തികെട്ട കുറെ എണ്ണത്തിൽപ്പെട്ട സാധനങ്ങളാണ് ഇവിടെ കൂടെ വന്ന കൂട്ടുകാരികളടക്കം. അവള് വന്നിട്ട് ഇട്ടിട്ടുള്ള പോസ്റ്റ് നിങ്ങൾ കണ്ടല്ലോ, വെറും അരോചകരമായിരുന്നു. അതുപോലെ ഇവൾ എന്നെ തെറി വിളിച്ചിട്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ഞാനത് ഇതുവരെ കണ്ടിട്ടില്ല. ഞാൻ ഇതുവരെ ആ വീഡിയോ ഞാൻ കണ്ടിട്ടില്ല. എന്നെ പൂര തെറി വിളിച്ച വീഡിയോ ഇട്ടിട്ടുണ്ട്. എന്റെ ഫ്രണ്ട്സ്, അതായത് എന്റെ ക്ലോസ് ഫ്രണ്ട്സ്, എന്റെ ഏറ്റവും നല്ല സപ്പോർട്ടായിട്ട് ഇങ്ങനെ എന്റെ ക്ലോസ് ഫ്രണ്ട്സ് ആയിട്ടുള്ളവര് ഈ വീഡിയോ അയച്ചു തന്നിട്ടും പറഞ്ഞു, നിന്നെ തെറിയാണ് വിളിച്ചിരിക്കുന്നത്, നീ ആ വീഡിയോ കാണരുതെന്ന്. ഞാൻ ആ വീഡിയോ കണ്ടിട്ടില്ല. കണ്ടു കഴിഞ്ഞാൽ ഞാൻ പൂരത്തെറി തന്തയ്ക്കും തള്ളയ്ക്കും കൂട്ടി അതിന്റെ അപ്പുറത്ത് വല്ലതും ഉണ്ടെങ്കിൽ ഞാൻ ചിലപ്പോൾ കയറി വിളിക്കും. അതുകൊണ്ട് ഞാൻ ആ വീഡിയോ ഇതുവരെ കണ്ടിട്ടില്ല. കാണാനുള്ളൊരു മനക്കട്ടി ഇല്ല എന്നല്ല, കണ്ടു കഴിഞ്ഞാൽ അവളുടെ കാര്യത്തിൽ ഞാൻ തീരുമാനമാക്കും. അതുകൊണ്ട് ഞാൻ കണ്ടിട്ടില്ല. എൻ്റെ ക്ലോസ് ഫ്രണ്ടായിട്ടുള്ള ആൾക്കാർ എന്നെ അയച്ചു തന്നിട്ട്
ഇത് കാണരുതെന്നാണ് പറഞ്ഞത്. കാരണം ഞാൻ അല്ലാണ്ട് എവിടെ കൂടിയും കണ്ടു കഴിഞ്ഞാൽ ക്ലിക്ക് ചെയ്ത് കാണും. അതിനു മുന്നേ അവരെനിക്ക് ഈ വീഡിയോ കണ്ട സമയത്ത് തന്നെ അയച്ചു തന്നിട്ട് പറഞ്ഞ് കാണരുത്, അതിൽ നീ കാണരുത്, കണ്ടു കഴിഞ്ഞാൽ നിന്റെ കയ്യിൽ നിന്ന് പോകുമെന്ന് നീ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ആ വീഡിയോ കണ്ടിട്ടില്ല. ആ വീഡിയോ കണ്ടിരുന്നത് ചിലപ്പോൾ എനിക്കറിയത്തില്ല എങ്ങനെയൊക്കെ ഞാൻ പ്രതികരിക്കുമെന്ന്. എന്തായാലും ഓക്കെ, ആ വീഡിയോ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. നീ അത് ഞാൻ കണ്ടെന്ന് പറഞ്ഞുകൊണ്ടിരിക്കരുത്, കാരണം ഞാൻ കണ്ടിട്ടില്ല. അത് കാണാത്തത് നിന്റെ ഭാഗ്യം നീ അങ്ങ് കൂട്ടിയാൽ മതി കേട്ടോ. കാണാനുള്ള ത്രാണിയില്ലെന്നല്ല, കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ നിന്റെ കാര്യത്തിൽ ഞാനൊരു തീരുമാനം ആക്കും. കാരണം അത്രയ്ക്ക് അരോചകരമായിട്ടാണ് ആ വീഡിയോ ഇട്ടതെന്നാണ് പറയുന്നത്. ഞാൻ മറ്റേ പോസ്റ്റ് മാത്രമേ എടുത്ത് റിയാക്ട് ചെയ്തിട്ടുള്ളൂ. ഈ അപരാധി മക്കളുടെ പോസ്റ്റ്, അപരാധി മോള് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു എനിക്കെതിരെ. ആ പോസ്റ്റ് ഇട്ട് അവൾക്ക് എന്നെ പൂരത്തെറിവിലെ അവളെ നൈസായിട്ട് ഡിലീറ്റും ചെയ്തിട്ട് ഓടി. അവൾക്ക് മനസ്സിലായി ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ജനങ്ങൾ പൊട്ടന്മാരല്ലെന്ന്. ഇവളുമാരെ എങ്ങനെയൊക്കെ കിടന്ന് വെളുപ്പിച്ച് കഴിഞ്ഞാൽ അണ്ണാക്കി കിട്ടുമെന്ന് അവൾക്ക് മനസ്സിലായി. ചിലപ്പോൾ അവൾക്കൊരു വിചാരം കാണും ഞാൻ ആ വീഡിയോ ഒക്കെ കണ്ട് എന്ന്. ഞാൻ കണ്ടിട്ടില്ല. കണ്ടു കഴിഞ്ഞാൽ എൻ്റെ പുന്നാര മോളെ ചിലപ്പോൾ ഞാൻ നിന്നെ വലിച്ചു വളർന്നെടുത്ത് ഒട്ടിച്ചാൻ. അത് എനിക്ക് അയച്ചു തന്ന ആൾക്കറിയാം. അതുകൊണ്ടാണ് എൻ്റെ അടുത്ത് കാണണ്ടെന്ന് പറഞ്ഞ് ഞാൻ കണ്ടുമില്ല. എന്നിട്ട് അങ്ങനെ അങ്ങ് വിട്ട് പോട്ടെന്ന് വെച്ച്. കാരണം നീയൊക്കെ ചെയ്തതിന് നിനക്കൊക്കെ തന്നെ തിരിച്ച് അണ്ണാക്കി കിട്ടും. എന്തായാലും ആറാട്ടൻ എന്നുള്ള രേണുവിൻ്റെ റിപ്ലൈ ആണ്. കല്യാണം കഴിക്കാൻ തീരുമാനിച്ചാലും ആരെ കെട്ടിയാലും ആറാട്ടെണ്ണ നിങ്ങളെ മാത്രം ഞാൻ കല്യാണം കഴിക്കത്തില്ല. ഞാൻ ഉദ്ദേശിക്കുന്നുമില്ല കല്യാണം കഴിക്കണം. എടി നിന്നെക്കാളും എന്തുകൊണ്ടും ക്വാളിറ്റി നമ്മുടെ ആറാട്ടെണ്ണനുണ്ടടി. നിന്നെക്കാളും എന്തും കൊണ്ട് ക്വാളിറ്റി ആറാട്ടെണ്ണനുണ്ട്. അങ്ങേര് രാത്രിയാകുമ്പോൾ കാമക്കടുവായി മാറുമെന്നും കുറച്ച് കുൽസിതങ്ങൾ കാണിച്ചു കൂട്ടുമെങ്കിലും കാണുന്ന പെണ്ണുങ്ങളെല്ലാം പ്രപ്പോസ് ചെയ്യെങ്കിലും കമ്പിൽ സാരി ചുറ്റി വെച്ചിരുന്ന അതിനെ വരാണെങ്കിൽ പണ്ടെന്നുള്ള മൈൻഡ് ആണെങ്കിലും നിന്നെക്കാളും ക്വാളിറ്റി അങ്ങേർക്കുണ്ട്. ഇതിൻ്റെ അപ്പുറം എനിക്കൊന്നും പറയാനില്ല. നിന്നെക്കാളും എന്തുകൊണ്ടും 100% ഫാർ ബെറ്റർ ദാൻ യു ആണ് ആറാട്ടാണ്. മനസ്സിലായ? അതുകൊണ്ട് അത് അവിടെ ചവിട്ടി കിടക്കും. നിന്റെ വേറെ ഗുണടിയാക്കാം. അയ്യോ രണസ്വത്താൻ. ഓ സായി കിട്ടുള്ള മറുപടിയാണ് കേട്ടാ. ഇനി അവന്റെ അണ്ണാക്കി പോയി കയറിക്കോട്ട്. അവൻ പിടിച്ച് ഞാനൊന്നും പറയുന്നില്ല. ഓ ഇവക്ക് ആരെയും ഒന്നും അറിഞ്ഞൂടാ. സീക്രട്ട് ഏജന്റ് ആണെന്ന് തോന്നുന്നു അല്ലെ? സായി കൃഷ്ണ അല്ലേ? ആണല്ലേ? നിനക്ക് ആരെയും ഒന്നും അറിഞ്ഞൂടേ. നിനക്കൊന്നും അറിയണ്ട. നീ അറിയാതിരിക്കുന്നതാ ബെറ്റർ. ഒന്നെത്തി പോയി തരുമോ? ആറാട്ടെണ്ണെങ്കിലും പിടിച്ച് കെട്ട്. അല്ലെങ്കിൽ അലിൻ ജോസ് പെരേരെങ്കിലും കെട്ട്. AJP ആണ് നിനക്ക് കുറച്ചുകൂടി ചേരുന്നത് കേട്ടാ. AJP എന്തുകൊണ്ടും നിനക്ക് ചേരും. സത്യം. അവനെ പോലെ ഒരു കാട്ടുമണ്ണ വേറെ ഇല്ല. പിന്നെ നിന്നെക്കാളും ബെറ്റർ ആണ്. അങ്ങനെ വേണമെങ്കിൽ നമുക്ക് പറയാം. അയ്യേ ആറാട്ടെണ്ണനെ കെട്ടൂലെന്ന്. രേണുസുതി റാണോസുതി. എന്ത് റാണോസുതി? ഒരു തേങ്ങയും ഇല്ല. വെറും 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 റാസ്മാപ്പി തങ്കച്ചാണ്. ഇനി വേണമെങ്കിൽ അവനെയും കെട്ടാൻ അവൻ്റെയും കൂടി പേരെടുത്തുണ്ട്. നിനക്കൊരു ജീവിതം വേണം. അയ്യോ ഒരു ജീവിതം വേണം. പോട്ടെ പോയി കെട്ടിത്തൊലയത്തില്ല. എങ്ങനെയെങ്കിലും ഈ സോഷ്യൽ മീഡിയ നീ ശല്യം ഒന്ന് ഒഴിഞ്ഞു പോയിത്താ. നീ സീരിയസ്ലി ഞാനൊരു കാര്യം പറയും. ഇത് തൊലയ്ക്കരുത്. ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് പ്ലാറ്റ്ഫോമിന്, നല്ലൊരു ഐശ്വര്യമുള്ള പ്ലാറ്റ്ഫോമിന് തൊലയ്ക്കരുത്. നിനക്കൊക്കെ പറ്റിയ പ്ലാറ്റ്ഫോം വേറെയുണ്ട്. പെയ്ഡ് മെമ്പർഷിപ്പോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ എടുത്ത് പൊക്കോ. ആ വഴി അങ്ങ് പൊക്കോ. ഇങ്ങോട്ട് വരരുത്. ഇനി മേലാൽ വരരുത്. ഇനി ഇവളെയും ദാസേട്ടനെയൊക്കെ വെച്ചിട്ട് കൊണച്ച ആൽബങ്ങൾ റീലുകളൊക്കെ എടുത്ത ടീംസുകളൊക്കെ ഉണ്ടല്ലോ. ഏത് മറ്റേ ആൽബം എടുത്ത ഡയറക്ടർ ഇപ്പൊ വന്നിട്ട് പറയുന്നു അയ്യോ ഞാനറിഞ്ഞില്ല അവരിങ്ങനെ അങ്ങനെ എടുത്തെന്ന്. പിന്നെ എന്നാ ഗിരോത്തിനാണ് നീ ഡയറക്ടർ എന്ന് പറഞ്ഞിരിക്കുന്നത്? നിനക്ക് അറിയത്തില്ല അവിടെ എന്താ സംഭവിക്കുന്നത്, ഏതാ സംഭവിക്കുന്നത് എന്നൊന്നും. പിന്നെ എന്നാത്തിനാ നീ ഡയറക്ടറാണോ മറ്റേ പ്രൊഡ്യൂസറാണെന്നൊക്കെ പറഞ്ഞിരിക്കുന്നത്? ഒന്നും അറിയത്തില്ല. അങ്ങ് കൈമലത്തി. പൂര നെഗറ്റീവും പൂരത്തെറിവിളിയും പൂരത്തളയ്ക്കുള്ളിൽ നീ ഏപ്പാടം എടുക്കുന്ന ടീമാണെന്നുള്ള രീതിയിൽ നാട്ടുകാർ പറയാൻ തുടങ്ങിയപ്പോൾ നൈസായിട്ട് വന്നിട്ട് അയ്യോ ഞാനൊന്നും അറിഞ്ഞില്ല. നിന്റെയൊക്കെ സെറ്റിൽ നടക്കുന്ന പരിപാടി നിനക്കൊക്കെ അറിയാൻ പറ്റുന്നില്ല, അറിയാൻ പാടില്ലെങ്കിൽ നീയൊക്കെ എന്നാത്തിനാണ് ഉണ്ടാക്കാൻ അവിടെ ഇരിക്കുന്നതെന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ആ സെറ്റിൽ നടന്ന പരിപാടി അവൾ അറിഞ്ഞില്ല പോലും. ഡയറക്ടർക്കാർ വന്നിട്ട് എന്ത് ശാന്തമായിട്ട് നിൽക്കുന്നു. നല്ല ഐശ്വര്യമുണ്ട്. കണ്ടപ്പോൾ തന്നെ നല്ലൊരു ഐശ്വര്യമുണ്ട്. എന്തിനാണ് ഇതുപോലത്തെ കൂറകളെ വെച്ചിട്ട് ഷോർട്ട് ഫിലിം എന്നൊന്നും ഉണ്ടാക്കിയെടുത്തും കൊണ്ട് പോകുന്നത്, ജീവിതങ്ങൾ തുലയ്ക്കുന്നത്? ആരെങ്കിലുമൊക്കെ നല്ല ആരെങ്കിലുമൊക്കെ വെച്ചിട്ട് എടുക്ക്. എന്തിന്? ഈ ഡയറക്ടറിനെ അഭിനയിച്ചാൽ മതിയില്ല. നല്ല ഐശ്വര്യമുണ്ട്. കണ്ടപ്പോൾ തന്നെ ഒരു അതുകൊണ്ട് ഓക്കെ നല്ല ഐശ്വര്യമുള്ളൊരു കുട്ടിയാണ്. എന്തിന് ഇതിനെയൊക്കെ വെച്ചിട്ട് എടുത്ത് ചുമ്മാ ഓരോ വള്ളികൾ എടുത്ത് തലയിൽ വെച്ച് അവരാതെങ്കിലും എനിക്ക് കേട്ടപ്പോൾ നിന്റെ വാക്ക് കേട്ടപ്പോൾ ഡയറക്ടർ കമ്മിൻ്റെ അടുത്താണ് എനിക്ക് പറയാനുള്ളത്. കേൾക്കാം. ഞാൻ എന്തായാലും കേൾപ്പിച്ചിട്ടേ പോകുന്നുള്ളൂ. നമസ്കാരം.
ഇത് നമ്മുടെ വൈറൽ താരം രേണുസുതിയെ വെച്ചിട്ട് ഇപ്പൊ പുതിയ ആൽബം ഇറങ്ങി. വൈറൽ താരം എങ്ങനെ വൈറലായ? ഗോവിന്ദ ജാമ്യം വൈറലാണ്. 10 ആളറിയുന്ന ഒരുത്തനാണ്. നാളെ ഗോവിന്ദ ജാമ്യം പുറത്തിറങ്ങി യൂട്യൂബ് ചാനൽ തുടങ്ങിയാൽ നാട്ടുകാർ തെറി വിളിക്കുക അവിടെ എത്തും. അതുപോലെ തന്നെയാണ് ആ ഒരു ട്രാക്കിൽ ഞാൻ കണ്ടിട്ടുള്ളൂ. ഇരിക്കുന്ന ആളാണ്. കുറെ കോൺട്രവേഴ്സി ആദ്യം ഒരു മന്ദാരച്ചേരി എന്ന് പറയുന്ന ഒരു ചെപ്പല്ലേ, മന്ദാരച്ചേരി, അങ്ങനെ ഒരു ആൽബം ഇറക്കി, അത് വൈറലായി. അത് കഴിഞ്ഞപ്പോ വീണ്ടും രേണുസുതിയെ വെച്ചിട്ട് ഒരു പുതിയ ആൽബം കള്ളിപ്പെണ്ണും കള്ളുംകുട്ടി, അങ്ങനെ നല്ല പേര്, കള്ളിപ്പെണ്ണും കള്ളുകുട്ടി. കള്ളിപ്പെണ്ണും കള്ളുകുട്ടിയാണ് മറ്റേ കന്നുകുട്ടിയായി മാറിയത്. അത് മറ്റേ കൊണച്ച ആൽബം 3 ആൾമാർ കൂടി എടുത്തിട്ട് കറക്കുന്നത്. ഇമാതിരി അപരാധങ്ങൾ ഷൂട്ട് ചെയ്ത് പടപ്പിച്ച് വിട്ടിട്ട് കണ. പിന്നെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിനക്കൊക്കെ ആൽബം എടുക്കാണ്ടെങ്കിൽ ആൽബം എടുക്കുക, അത് അവിടെ തീർക്കുക. നിന്റെയൊക്കെ കൺട്രോളാണല്ലോ നീയൊക്കെ എടുക്കുന്ന ഒരു പടമായാലും ആൽബം ആയാലും സെറ്റ് നിൽക്കുന്നത്. അവിടെ ഈ ഓൺലൈൻ മീഡിയാസിനെ വിളിച്ച് രേണു വരുത്തുന്നുണ്ടെങ്കിൽ അത് തടയേണ്ടത് നിങ്ങളുടെ ഇതാണ്. നിങ്ങളാണ് അത് തടയേണ്ടത്, അല്ലാണ്ട് അവരല്ല. അവർ വിളിച്ചു വരുത്തുമ്പോൾ അവരെല്ലാവരെയും വിളിച്ച് കയറ്റി വെച്ചിട്ട് നിന്റെ ആൽബം ഷൂട്ട് ചെയ്ത് അല്ലെങ്കിൽ അവിടെ നടക്കുന്ന ഓരോ സാധനങ്ങൾ ഷൂട്ട് ചെയ്ത് നാട്ടുകാരെ കാണിച്ച് അവന്മാരെ കണ്ടന്റ് ഉണ്ടാക്കിയിട്ട് അവന്മാർ പോകുമ്പോൾ നീയൊക്കെ ഇപ്പുറത്ത് ഇരുന്നും കൊണ്ട് കൊണാന്ന് അടിക്കുക. അയ്യോ ഇത് നമ്മളെ അനുഭവത്തുള്ള, നമ്മൾ പറഞ്ഞിട്ടില്ല അത് ചെയ്ത് ഇത് ചെയ്തെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കൊണ അടിക്കുന്നതിൽ ഒരു അർത്ഥമില്ല. നിന്റെയൊക്കെ സെറ്റിലന്ന് ഓരോ ക്ലിപ്പും പുറത്തായിട്ടുണ്ടെങ്കിൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം നിനക്കൊക്കെ തന്നെയാണ്. അതിൽ ഇനിയിപ്പോൾ വേറെ ആരെ നെഞ്ചിത്തെടുത്ത് വയ്ക്കേണ്ട. ഇനിയിപ്പോൾ വന്നു കിടന്ന് മെഴുകി അങ്ങനെ തിരിച്ചു ഉൾട്ടടിക്കുന്ന ആ പരിപാടിയാണ്. കള്ളിപ്പെണ്ണും കല്ലിക്കുറ്റിയും അതിനേക്കാളും കള്ളിപ്പെണ്ണും കന്നും കുട്ടിയെന്ന് ഇടാത്തത്. കാളക്കുട്ടിയെന്ന്, എരുമക്കുട്ടിയെന്ന്, പോത്തുകുട്ടിയെന്ന്, കള്ളുക്കുട്ടി. അയ്യോ നിനക്ക് എടി എന്തിനാടി നീ ഇങ്ങനെ ഒരു ഇവളെയൊക്കെ വെച്ചിട്ട് ആൽബം എടുത്ത് സ്വന്തം വില കളയുന്നത്? പൈസയാണ് ആവശ്യം, പിച്ച എടുക്കടാ അതിനേക്കാളും. അതിന്റെ വിഷ്വൽസ് എന്നും പറഞ്ഞിട്ട് കുറെ വിഷ്വൽസ് യൂട്യൂബേഴ്സ് പുറത്തു വിട്ടിട്ടുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ ആ ആൽബത്തിന്റെ വിഷ്വൽസ് അല്ല. ഓ അതാണ് പറയാൻ വരുന്നത്. അതായത് കുറെ അപരാധങ്ങൾ ഷൂട്ട് ചെയ്ത് പുറത്ത് വിട്ടത് ശരിക്കും പറഞ്ഞാൽ അത് ആൽബത്തിന്റെ വിഷ്വൽസ് അല്ല. അത് യൂട്യൂബേഴ്സ് അല്ലെങ്കിൽ ആ ഓൺലൈൻ മീഡിയാസ് എടുത്തിട്ടുള്ള ബൈറ്റുകളാണ്. നിങ്ങളുടെ സെറ്റിൽ എന്തിനാണ് ഓൺലൈൻ മീഡിയാസിന് നിങ്ങൾ കയറ്റിയത്? അതായത് നിങ്ങൾക്കും ആവശ്യം അത് തന്നെയാണ്. അവർ ഷൂട്ട് ചെയ്ത് അതിനെ പുറത്തെടുത്ത് വിട്ട് നിങ്ങളുടെ ആൽബത്തിന്റെ പേര് 10 ആളിലോട്ട് എത്തി ആ ആൽബം വൈറലാവുക. അത് തന്നെയാണ് നിങ്ങളുടെ ഉദ്ദേശം. വേറെ ഒരു തേങ്ങയും ഇല്ല. ഇനി വന്നിട്ട് കൊണ അടിക്കരുത് കേട്ടാ. പറയാനുള്ളത് നമ്മൾ പറയും, പിന്നെ വന്നിട്ട് ഗണഗുണമെന്ന് പറയരുത്. ഓ ഇപ്പൊ വന്നിട്ട് അയ്യോ പൂരത്തെറിവിലെ ഡയറക്ടർ കമ്പനി വരെ കിട്ടി, അങ്ങനെ വന്നപ്പോ അയ്യോ നമ്മൾ അറിഞ്ഞില്ല. നിങ്ങൾ അവിടെ തൂറാൻ പോയിരുന്നേ? അതിൽ 1-2 മാത്രമേ ഉള്ള ആൽബത്തിനുള്ളിൽ ഇൻക്ലൂഡ് ആവുന്ന വിഷ്വൽസ്, അതെല്ലാം അല്ല, ഇൻക്ലൂഡ് ആവുന്ന വിഷ്വൽസ്. അപ്പം അതിൽ പലർക്കും അതൊരു എന്താ പറയാ, പലരും പല വ്ളോഗേഴ്സും അതൊരു തെറ്റായ ധാരണയിലേക്ക് പൊതുസമൂഹത്തിലേക്ക് എത്തിച്ചിരിക്കുന്നത്. ഒരു നമ്മൾ തെറ്റായ ധാരണയിൽ ഏത് ധാരണയിൽ വിട്ടെന്നാണെന്ന് അറിയാമോ ചേച്ചി പറഞ്ഞത്? പടം അതുപോലെ തന്നെയാണ് ഇരുന്നത്. അത് ഇതിനേക്കാൾ ഫാർ ബെറ്റർ. അതിന്റെ വില കളയാനായിട്ട് ഓരോ പടങ്ങൾ ഷൂട്ട് ചെയ്ത പോലെയാണ് തോന്നിയത്. നിങ്ങളുടെ സെറ്റിൽ വച്ച് ഇങ്ങനെ നടന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം നിങ്ങൾക്ക് തന്നെയാണ്, അല്ല നാട്ടുകാർക്കല്ല. നിങ്ങളുടെ സെറ്റിലാണ് ഇത് നടന്നിട്ടുള്ളത്, നിങ്ങൾക്ക് തന്നെയാണ് ചീത്തപ്പേര്. മനസ്സിലായ? കണ്ട ഓരോ അപരാധങ്ങളെ പിടിച്ചു നിർത്തിയിട്ട് ആൽബം കോൽബം എന്ന് പറഞ്ഞ് ഷൂട്ട് ചെയ്ത് റീച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഓരോ കോപ്രായങ്ങൾ കാണിക്കുമ്പോൾ നാട്ടുകാരെടുത്തിട്ട് പഞ്ഞിക്കിടുക എന്നുള്ള കാര്യം കൂടി അങ്ങോട്ട് മറകാണ്ടിരുന്നാൽ കൊള്ളാം. പടം മോഡലിൽ അവർ ഇറക്കിയിരിക്കുന്നതാണ്. ശരിക്കും ഒരു ബി ഗ്രേഡ് പിന്നെ ആൽബം ആണ് എന്നുള്ള രീതിയിലേക്ക് തരം താഴ്ത്തിയിരിക്കുന്നതാണ്. ബി ഗ്രേഡ് ഇല്ല, അതിനേക്കാളും തറ ഗ്രേഡിലാണ് പോയിരിക്കുന്നത്. ബി ഗ്രേഡിനും താഴെ ഏതെങ്കിലും ഗ്രേഡ് ഉണ്ടെങ്കിൽ അന്താ ഗ്രേഡിലോട്ടാണ് പോയിരിക്കുന്നത്. അമ്മ അതൊരു ഊള ഗ്രേഡായിപ്പോയി. E+, പണ്ട് പരീക്ഷയ്ക്ക് കിട്ടുന്നതായിരുന്നു E+, ആ ഗ്രേഡിലോട്ട് പോയിരിക്കുകയാണ്. അങ്ങനെയല്ല, നോർമലി ഇവരുടെ ഒരു ഹൈപ്പിന് വേണ്ടിയിട്ട് ഇവര് കുറച്ച് മീഡിയക്കാരെ ഇവരുടെ നായിക വിളിച്ചു വരുത്തിയ പ്രകാരം ഇവരുടെ ഹൈപ്പിന് വേണ്ടിയിട്ട് ഇവരുടെ നായിക വിളിച്ചു വരുത്തിയ ഓൺലൈൻ മീഡിയ. അപ്പൊ ഇവരുടെ ഹൈപ്പിന് വേണ്ടിയിട്ടല്ലേ വിളിച്ചു വരുത്തിയ. അപ്പൊ കുറെ കേൾക്കാം, ഒരു കുഴപ്പമില്ല, നീയൊക്കെ ചെയ്തു വെച്ചാൽ എന്നെ നന്നാക്കി കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു കുറ്റമല്ല. രേണുസുതി നീ അപരാധിയാണെങ്കിലും ഇതെല്ലാം കണക്ക് തന്നെയാണ്. എന്തായാലും ഡയറക്ടർക്കും കാണാൻ കുറച്ച് ഐശ്വര്യമുണ്ട്. ഇമ്മാതിരി അപരാധങ്ങൾ എടുത്ത് നശിപ്പിക്കരുത്. കല്യാണം കഴിച്ചിട്ടില്ലെങ്കിൽ കല്യാണമെല്ലാം പോയി കഴിക്കും. ഞാൻ ഇവിടെ നിന്നോ വിഷയത്തിൽ തന്നെ മാറി. ഓക്കെ, ഇത് എൻ്റെ എന്തായാലും പ്രിയ ഡയറക്ടർ സുഹൃത്ത് ഈ വീഡിയോ കാണുമെന്ന് എനിക്ക് തോന്നുന്നു. കണ്ടേ പറ്റത്തുള്ളൂ. പിന്നെ വിഷ്വൽസ് പുറത്തു വന്നതാണ്. ശരിക്കും അവരുടെ ആൽബത്തിലെ അല്ല അത്. അപ്പൊ പിന്നെ ഈ ഇദ്ദേഹം പറയുന്നത്, RJ ലച്ചു പറയുന്നത് എന്താന്ന് വെച്ചാൽ, നമ്മൾക്ക് RJ ലച്ചു അയ്യോ എന്തിന്? ആരാ? എവിടത്തെ RJയാ? കുന്നംകുളം RJയാണ്. കുന്നംകുളം നല്ല സ്ഥലമാണ് കേട്ടോ. ചുമ്മാ പിന്നെ ഫ്ലോയിൽ പറയുന്നുണ്ടെന്നേ ഉള്ളൂ. കുന്നംകുളത്തിലുള്ള ആരും എന്നെ ചിത്ത വിളിക്കരുത്. പുറത്തേക്ക്
അപ്പോഴത്തേക്ക് ആ ഒരു ആൽബം വന്നു കഴിഞ്ഞാൽ നല്ലൊരു വിഷ്വൽ ആയിരിക്കും നമ്മളുടെ ജനങ്ങൾക്ക് ഒരു നല്ലൊരു നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ നല്ലൊരു വിഷ്വൽ ആയിരിക്കും എന്നുള്ളൊരു വാഗ്ദാനമാണ് ഇപ്പൊ നൽകിയിരിക്കുന്നത്. പിന്നെ നല്ല വിഷ്വൽ ആയിരിക്കും വരുന്നത്. പുറത്ത് വരുന്ന തുണ്ടിനേക്കാൾ മികച്ച തുണ്ടായിട്ട് മാറും. എന്തുവാടേ ഇത് ആൽബം പോലും അപരാധങ്ങളും ഷൂട്ട് ചെയ്ത് അതിനെ വരാൻ വന്ന് ഡയറക്ടർ കം നിങ്ങളെ കണ്ടിട്ട് എനിക്ക് പാവം തോന്നി. അതുകൊണ്ടാണ് ഞാൻ കൂടുതലൊന്നും ഞാൻ പറയാത്തത്. എന്താ ഭയം കിട്ടും അവര് തന്നെ പറയട്ടെ. പാവം നാണം കൂടി പറഞ്ഞ ആൽബത്തില് ഇവിടെ വിഷ്വൽ ഉണ്ട്, പുറത്ത് വിഷ്വൽ ഉണ്ടെന്ന് പറഞ്ഞ വിഷ്വൽ ഒന്നും പുറത്തില്ല. അതെ, ആൽബത്തിലുണ്ടെന്ന് പറയുന്ന വിഷ്വലിന്റെ പുറത്തുള്ള വിഷ്വലൊന്നും പുറത്തുണ്ടെന്ന് തോന്നുന്നില്ല, പുറത്തില്ല എന്നാണ് തോന്നുന്നുണ്ട്. എന്ത് വേടേ ഇത്? എന്താ സീൻ എടുത്ത് പുറത്ത് കിടപ്പുണ്ട്. സീൻ പുറത്ത് കിടക്കുന്നത് നമ്മുടെ ഇതിൽ തന്നെയാണ്, അവര് അണ്ടറിൽ തന്നെയാണ് മീഡിയാസ് ഇട്ടേക്കുന്നത്. പക്ഷെ ബാക്കിയുള്ള സീനുകളൊന്നും ആൽബത്തിലെ വിഷ്വൽസ് അല്ല. ഞാൻ ചേട്ടൻ ദാസപ്പൻ എന്ന് പറ. ദാസപ്പൻ അത് മതി അവന് പേര്. ഓ ദാസേട്ടൻ റീൽ എടുത്താണ്, പ്രൊമോഷൻ വീഡിയോസ് എടുത്തേക്കുന്നതാണ്. അതില് എനിക്കിപ്പോ ഞാൻ അവരെ വർക്ക് ചെയ്യാൻ പ്രൊമോഷൻ വീഡിയോ ആയിട്ട് എടുത്ത് ഞാനതിൽ വർക്ക് ചെയ്യുമ്പോ ബാക്കി പറ. എന്റെ പൊന്ന് ഡയറക്ടറെ, ഒന്നും പറയാനില്ല. കണ്ട അപരാധങ്ങൾക്ക് കൂട്ടുനിന്ന്, കണ്ട അപരാധികളുടെ കൂടെ നിന്ന്, കണ്ട അപരാധികളെ പിടിച്ചു നിർത്തി, കണ്ട അപരാധങ്ങൾ എടുത്തു വെച്ചിട്ട് ഇപ്പൊ പറയുന്നത് എനിക്കിതിലൊന്നും പങ്കില്ലെന്ന്. ഈ ബന്ധത്തിൽ ഈ എന്തോ പറയില്ല സാധനം, ഈ ചോരയിൽ എനിക്ക് പങ്കില്ലെന്ന്, അങ്ങനെ എന്തോ സാധനം പറയും. അതുപോലെയാണ് ഇപ്പൊ ഡയറക്ടർക്ക് കൈ മലത്തി വർക്ക് ചെയ്യാൻ വിളിച്ചു എന്ന കേസിൽ എനിക്ക് അവരെ എന്റെ അടിമയാക്കി നിർത്താൻ പറ്റില്ല. അടിമയാക്കി നിർത്താൻ പറ്റില്ല. പക്ഷെ നിങ്ങളുടെ സെറ്റിൽ നിങ്ങൾ തീരുമാനിക്കും ആരൊക്കെ വരണം ആരൊക്കെ പോണ്ട എന്ന്. നിങ്ങളുടെ സെറ്റിൽ നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്, ആണോ? അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ എങ്ങനെയാ ഹീരോത്തിന്? ഇതിപ്പോ വരുന്നവനും പോണോന്നും എല്ലാവരും വന്നിട്ട് നിങ്ങളുടെ ആൽബത്തിന്റെ ക്ലിപ്പുകൾ നിങ്ങളുടെ റൈറ്റ്സ് ഇല്ലാതെ എടുത്തോണ്ട് പോകാനുള്ള അവകാശം നിങ്ങൾ കൊടുക്കുന്നുണ്ടെങ്കിൽ പിന്നെ എന്നാ ഹീരോത്തിന്? നിങ്ങൾക്കും ആവശ്യം റീച്ചാ. ഇതിപ്പോ നെഗറ്റീവ് ആയാലും നിങ്ങൾ വീണ്ടും ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന റീച്ചാ. അതാണ് ഇവിടെ നടക്കുന്നത്. നമ്മൾ പൊട്ടന്മാരല്ല കേട്ടാ. നിങ്ങൾ വന്നിട്ട് ഇങ്ങനെ അയ്യോ എന്ന് പറയുമ്പോൾ അയ്യോ പറ്റിപ്പോയിട്ടാ, ഡയറക്ടറിന് പറ്റിപ്പോയി, ഡയറക്ടർ തെറ്റുകാരിയല്ല എന്ന് നാട്ടുകാർക്ക് തോന്നുമെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് പോയി. നിങ്ങളുടെ ഭാഗത്ത് തന്നെയാണ് തെറ്റ്. നിങ്ങൾക്കും ആവശ്യം റീച്ച്. കാരണം ഈ ക്ലിപ്പുകൾ പുറത്തു പോയാൽ ഈ ആൽബത്തിന്റെ ഫുള്ള് കാണാൻ വേണ്ടിയിട്ട് ആൾക്കാർ വെയിറ്റിംഗിൽ ഇരിക്കും എന്ന് നിങ്ങൾ തെറ്റിദ്ധരിച്ചുകൊണ്ടാണ് നിങ്ങളും ഈ കോപ്രായത്തിന് ഈ പേക്കൂത്തുകൾക്കും എല്ലാം കൂട്ടു നിൽക്കുന്നത്. എന്നിട്ട് വന്നിട്ട് ഇപ്പൊ ഡയറക്ടർ കമ്മ് കളിക്കുന്ന സമയത്താണ് ആ വീഡിയോ എടുത്തത്. സെറ്റ് പേക്കപ്പ് ആയപ്പോഴാണ് ആ വീഡിയോ എടുത്തതെന്ന്. അപ്പൊ നിങ്ങളുടെ ആൽബത്തിൽ ആ വീഡിയോ ഇല്ലെന്ന്. ഓക്കെ നിങ്ങളുടെ സെറ്റിൽ ആരൊക്കെ വരണം ആരൊക്കെ വീഡിയോ എടുക്കണം എന്നുള്ളത് നിങ്ങളുടെ തീരുമാനമാണ്. അത് നിങ്ങൾക്ക് പറ്റുന്നില്ലെങ്കിൽ നിങ്ങളൊന്നും ഈ പരിപാടിക്ക് നിൽക്കില്ല കേട്ടാ. ഇവള് പറയുന്ന പോലെ കേൾക്കാം. പിന്നെ നിങ്ങൾ എന്നാ ഹീറോത്തിനായിരിക്കും? നിങ്ങൾ പൈസയല്ലേ കൊടുക്കുന്നത് അണ്ണാക്കില് ഒട്ടി റബ്ബർ മുട്ടായി. ലൊക്കേഷൻ റീൽസ് ആയിരുന്നു അത്. ഇപ്പൊ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് പേര് റിയാക്ട് ചെയ്യുന്നുണ്ട് ആ വീഡിയോ വെച്ചിട്ട്. ഒരുപാട് സെക്സ് കണ്ടന്റ് ഒരുപാട് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. അതെ, സെക്സ് കണ്ടന്റ് കണ്ടന്റ് അത്രേ ഉള്ളൂ. അങ്ങനെ ചിന്തിച്ച് കാണുന്നവർക്കല്ലേ അത് ആവുന്നുള്ളൂ. ഇപ്പൊ നമ്മളെ ചിന്താഗതിക്കായുടെ കുഴപ്പം. ഡയറക്ടർ കൈമലത്തിയല്ലേ? അങ്ങനെ കാണുന്നവരുടെ അങ്ങനെ ചിന്തിക്കുന്നവരുടെ ചിന്താഗതിക്കാണ് കുഴപ്പം. മതി, വിഷമായി. 50 പേര് നിക്കുന്നിടത്ത് അങ്ങനെ നടക്കുക സംഭവം. മീഡിയാസ് ഞങ്ങളെ കാണാൻ വന്ന ബാക്കിയുള്ള ആൾക്കാർ ഇവരെല്ലാം നിക്കില്ലേ? അത് വീഡിയോ വിഷ്വലി റീല് പ്രൊമോഷൻ എടുത്ത റീലായിരുന്നു എന്നാണ് ഇവര് പറയുന്നത്. അടുത്തിരിക്കുന്നവള് പറയുന്നു റീലായിരുന്നു എന്നാണ് ഇവര് പറയുന്നത്. എനിക്കറിഞ്ഞൂടാ കേട്ടോ. ഞാൻ പിന്നെ ഇങ്ങനെ ഇവര് പറയുന്നു, നമ്മൾ കേൾക്കുന്നു. റീലായിരുന്നു എന്നാണ് പറയുന്നത്. പ്രൊമോഷൻ അപരാധങ്ങൾ ഷൂട്ട് ചെയ്ത് അപരാധികളെയും പിടിച്ചു ചേർത്ത് അപരാധങ്ങൾ ഷൂട്ട് ചെയ്തിട്ട് ഇപ്പൊ റീലായിരുന്നെന്ന് തോന്നുന്നു. വിഷ്വൽസ് ഒരിക്കലും അത് പ്രമോഷന് വേണ്ടി എടുത്തത്, അതും അതായത് അഭിനേതാക്കളുടെ ഇഷ്ടപ്രകാരം അവര് എന്റെ പ്രകാരം കേട്ടോ. അപ്പൊ അവര് തമ്മില് ഇപ്പം ലൊക്കേഷനിൽ ഇപ്പൊ കുറച്ച് തിരക്ക് ഷൂട്ടൊക്കെ തുടങ്ങാം. അപ്പൊ ആ ഒരു ഫ്രീ ടൈമിൽ എടുത്ത റീലാണ്. ഫ്രീ ടൈം അല്ല, ആ ലൊക്കേഷൻ പായ്ക്കപ്പിന്റെ സമയത്ത് എടുത്ത റീലാണ്. അയ്യോ വേണ്ട, ആർജെ ലച്ചു അവിടെ തന്നെ ഇരുന്നു. ഇനി ഒരുപാട് ആൽബം ഒന്നും വേണ്ട. ഇത് തന്നെ തികഞ്ഞു. ഒരു കാര്യം ചെയ്യാം ആർജെ ലച്ചു, എന്നെ വെച്ചൊരു ആൽബം കൈ നീട്ടുന്നു സകരം കരയോരുന്നും സൗഹൃദം പ്രിയാൻ വീണുകുന്നു ശീതം. എന്നെ വെച്ചൊരു ആൽബം ആർജെ ലച്ചു എടുക്കോ?
സത്യം എടുക്കൂലേ? നമ്മളെയൊന്നും വേണ്ടല്ലേ. രേണുസുതിയെ പോലെയുള്ള സെലിബ്രിറ്റികളെ വെച്ചിട്ട് എടുക്കത്തുള്ളൂ. ആശംസകൾ നല്ല നല്ല, അതായത് മറ്റുള്ളവർക്ക് ഇനി ഒരു അഗ്ലി ആയിട്ട് ഫീൽ ചെയ്യത്തക്ക വിധത്തിൽ. അതായത് ഈ അർജുൻ ലച്ചു എന്ന് പറഞ്ഞ പല വ്ളോഗേഴ്സ്, ചിലരൊക്കെ അവരുടെ വ്ളോഗേഴ്സ് ഒക്കെ എന്തൊരു ഏപ്പട മോഡൽ എന്നൊക്കെ പറഞ്ഞ തരം താഴ്ത്തിയിട്ടുണ്ട്. ഹേയ്, നമ്മൾ തരം താഴ്ത്തിയതല്ല, അത് ഉള്ള കാര്യമാണ് പറഞ്ഞത്. തരം താഴ്ത്തിയതല്ല, അമ്മാതിരി അപരാധോ. ഏപ്പടത്തിനെ വെല്ലുന്ന, ഏൽപ്പടത്തിനെ തോൽപ്പിക്കുന്ന, ഏൽപ്പടത്തിന് കൂടി നാണക്കേടായിട്ടുള്ള ആൽബങ്ങൾ ഷൂട്ട് ചെയ്ത് വെച്ചപ്പോൾ നമ്മൾ പറഞ്ഞാണ്. ജഡ്ജി വേറൊന്നും വിചാരിക്കില്ല. ചേച്ചി ആരാ? ചേച്ചി ഇതുവരെ ഈ കളത്തിൽ കണ്ടിട്ടില്ലല്ലോ. ഇതെവിടെന്നാ പുതിയൊരു പഠൻ? ഓരോ ദിവസം ഓരോ പഠന്മാർ എത്തിക്കൊണ്ടിരിക്കുക. അതൊരു ബി ഗ്രേഡ് ഇതാണ്. പക്ഷെ അങ്ങനെയല്ല, ആ വിഷ്വല് പുറത്തു വരുമ്പോൾ നമുക്കും പ്രതീക്ഷിക്കാൻ, അർജുൻ ലച്ചു പറയുന്ന വാക്കുകളെ നമ്മൾ വിശ്വസിക്കുന്നു, നമ്മൾ പ്രതീക്ഷിക്കുന്നു നല്ല വിഷ്വൽ ആയിരിക്കുമെന്ന്. അപ്പൊ അതിന് ഇനിയും ഒരുപാട് നല്ല നല്ല വിഷ്വൽസ് പുറത്ത്, പിന്നെ ആൽബം മാത്രമല്ല ഷോർട്ട് മൂവി ബിഗ് സ്ക്രീനിൽ പുറത്തേക്ക് വരട്ടെ, ബിഗ് സ്ക്രീനിലേക്ക് വരട്ടെ എന്ന് നമ്മൾ ആശംസിക്കുന്നു. മിക്കവാറും വരും. ഇങ്ങനെയാണ് ബിഗ് സ്ക്രീനിൽ വരും, TV-യിൽ വരും. അപരാധികളെ വെച്ച് ആൽബത്തിന്റെ പേരിൽ എപ്പടാ ഷൂട്ട് ചെയ്ത RJ ലച്ചു അറസ്റ്റിൽ ഇങ്ങനെ വല്ല വന്നാലേ ഉള്ളൂ. അല്ലാണ്ട് എനിക്ക് തോന്നുന്നില്ല നല്ലൊരു ക്വാളിറ്റിയുള്ള വാക്കുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇവളുമാരുടെ ഷോർട്ട് ഫിലിമുകൾ അപരാധങ്ങളും പുറത്തു വരുമെന്ന് ഈ അതുലേട്ടന് തോന്നുന്നതേ ഇല്ല. അതുലേട്ടൻ പറയുന്നതൊന്നും തെറ്റാറില്ല കേട്ടാ. അതുലേട്ടനെ ചീത്ത വിളിക്കുന്നവർ ഒന്ന് കേൾക്കുക. അതുലേട്ടൻ കീ ജയ്. ഞാൻ തന്നെ ആരും ഇല്ലെങ്കിൽ ജയ് ഒറ്റയ്ക്കിരുന്ന് വിളിക്കും. അതെന്റെ ഒരു സൽസ്വഭാവമാണ്. പക്ഷെ 6 പോലും നിന്നെ വേണ്ടെന്ന് പറഞ്ഞപ്പം റണാസുന നീ തീർന്ന്, നീ ഒന്നുമല്ല, നീ ബിഗ് ബോസ് താരമാണ്, മിന്നും താരമാണ്, അപരാധമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നീ നടന്നെങ്കിൽ നമ്മുടെ 6 നമ്മുടെ ആറാട്ടണ്ണൻ എഴുന്നള്ളുന്ന 6 പോലും നിന്നെ വേണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രേണുസുതി നീ ഇല്ല, നീ പിഞ്ഞ് തീർന്ന്. നിന്റെ കൂട്ടുകാരികൾ വരെ നിന്നെ മനസ്സിലാക്കി നിന്നെ വാരിയിട്ട് അടിക്കുന്നു. പക്ഷെ അവളുമാരെ ഒരു കാലത്തും അവളുമാരെ ഇനിയിപ്പോൾ എന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സപ്പോർട്ട് ചെയ്യില്ല ഇവളെ കൂട്ടുകാരികളാണ്. കാരണം അത്രയ്ക്ക് അപരാധങ്ങളാണ്. എനിക്കറിയാവുന്നത് എല്ലാം ഈ കോപ്പുകളെടുത്ത് വിളിച്ച് പറഞ്ഞിട്ടും ഇവളുമാർക്ക് അംഗീകരിക്കാൻ വയ്യാതെ എന്നെ പൂരത്തെറി വിളിച്ചുകൊണ്ടിരുന്ന ഉണ്ടാമോളുകളാണ്. വിടരുത്, ഇവളുമാരെ വിട്ടരുത്. അതുകൊണ്ട് ഇനി ജീവിതത്തിൽ അവളുമാരെ സപ്പോർട്ട് ചെയ്യില്ല. എൻ്റെ ഒരു അഭ്യർത്ഥനയാണ്. കാരണം അപരാധങ്ങളാണ്. ഇവിടെ അവളുമാർക്ക് നിൽക്കാൻ പറ്റുന്നില്ല. നാട്ടുകാരുടെ പൂരത്തെറി വന്നപ്പോൾ നേരെ ഉൾട്ടടിച്ച് മാറിയതാണ്. ഞാൻ അങ്ങനെയൊന്നും മാറില്ല, ഒറ്റ നിലപാടിൽ ഉറച്ചിരിക്കും. ഇവളെ കണ്ട കാട്ടപരാധികളെല്ലാം ഇവളെ ഞാൻ വിമർശിച്ച സമയത്ത് എന്നെ തെറി വിളിച്ചപ്പോൾ ഞാൻ മാറിയത് ഇല്ല. ഞാൻ എൻ്റെ സ്റ്റാൻഡിൽ ഉറച്ചു നിന്ന്. ഏത് പുന്നാരമോ എന്നെ തെറി വിളിച്ചാലും എനിക്കൊന്നുമില്ല. ഞാൻ എൻ്റെ സ്റ്റാൻഡിൽ ഉറച്ചു നിന്ന് ഒറ്റ തന്തയ്ക്ക് ഉറന്നാണ്. അല്ലാണ്ട് പല തന്തയ്ക്ക് ഉറന്ന സ്വഭാവം ഞാൻ കാണിക്കാറില്ല കേട്ടല്ലോ. പുതിയൊരു വീഡിയോ ആയിട്ടാണ്. ബൈ.